close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്ന പുതുപുത്തമിഴേക്ക് എല്ലാവർക്കും തോന്നും. അപ്പോൾ നമ്മളിന്ന് അടിപൊളി മോഡാണ് കാണിച്ചാൽ വന്നത്. അതായത് നമ്മുടെ കേരള ട്രാഫിക് പ്ലസ് ലൈറ്റിങ്ങിൻ്റെ ഒരു മോഡ് നമ്മുടെ KBRൻ്റെ റിലീസ് ആയതുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണിച്ചാൽ വന്നത്. അപ്പോൾ അതിൽ നമുക്ക് കേരള ട്രാഫിക് മോഡ് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ബസ്സിൽ അടിപൊളിയായിട്ടുള്ള ലൈറ്റിങ്ങുകൾ കിട്ടും. നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ ഉണ്ടാവുക കുറേ അടിപൊളിയായിട്ടുള്ള ലൈറ്റുകളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരള ട്രാഫിക് മോഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു മോഡാണ് നമ്മളിന്ന് കാണിച്ചാൽ വന്നത്. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കാണിച്ചാൽ വന്നത്. വീഡിയോയിലേക്ക് അടുക്കുമ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ എവിടെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ KBRൻ്റെയാണ് നമ്മുടെ ഈ ഒരു മോഡ് റിലീസായിട്ടുള്ളത്. അതായത് കേരള ട്രാഫിക് പ്ലസ് ലൈറ്റിംഗ് ഉള്ളൊരു മോഡ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക, KBR കമ്മ്യൂണിറ്റി ജസ്റ്റ് സെർച്ച് ചെയ്യുക. KBR കമ്മ്യൂണിറ്റി സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു വെബ്സൈറ്റ് വരും. അപ്പോൾ അതെടുക്കുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഈ ഒരു രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും. ജസ്റ്റ് അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ ഇതേപോലെ കുറേ മോഡുകൾ കാണാം. അപ്പോൾ ഇങ്ങനെ ഇടയിൽ ആഡൊക്കെ വരും. അപ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മോഡ്. അതായത് കേരള ട്രാഫിക് V8 അപ്ഡേറ്റഡ് വേർഷൻ 4.2 മോഡ് APK പ്ലസ് OBB എന്ന് പറഞ്ഞിട്ട് സംഭവം കാണാം. അപ്പോൾ ജസ്റ്റ് എടുക്കുക. അപ്പോൾ ഇതേപോലെ ആഡ് വരിക. അപ്പോൾ ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ അടിയിൽ ഇങ്ങനെ 3 ഫയലുകൾ കാണാം. അതായത് APK പ്ലസ് OBB ജെറ്റ് ബസ് സെഡ് ഓൺ. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ടാമത്തെ ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തത്. അതായത് APK പ്ലസ് OBB ജെറ്റ് ബസ് സെഡ് ഓൺ കളർ കോഡ് വേരിയൻറ്റ് പ്ലസ് ഫുൾ മോഡ് ട്രാഫിക്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ലിങ്ക് എടുക്കുക. അപ്പോൾ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം അടിയിൽ നമ്മുടെ OBBയും അതേപോലെ തന്നെ APK ഫയലും 2 ഫയലും കാണാം. അപ്പോൾ നമുക്ക് 2 ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിന് തന്നെ നമുക്ക് APK എടുക്കാം. APK ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഷെയർ മോഡ്സ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അടിയിൽ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. നമ്മൾ സാധാരണ ഷെയർ മോഡ്സിന് ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ ഇവിടെ 4 3 2 1 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലോഡ് ആവും. അതിനുശേഷം ഡൗൺലോഡ് ലിങ്ക് റെഡി എന്ന് വരും. അതിനുശേഷം സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള ഇത് ഡൗൺലോഡ് ആകുമ്പോഴത്തേ ഡൗൺലോഡ് ആവും. അപ്പോൾ ഞാനത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ APK ഡൗൺലോഡ് ചെയ്തതിന് ശേഷം OBB ഫയലും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സെയിം പ്രോസസ്സ് തന്നെ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അതിനുശേഷം ഇതും ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുശേഷം ഇത് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയലിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ആദ്യം APK ഫയലിൽ തൊടുക. അപ്പോൾ ഇവിടെ എക്സ്ട്രാക്ട് ഫയൽസ് ടു എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ്ട്രാക്ട് എന്ന് കൊടുത്താൽ ഇതേപോലെ ഫോൾഡറായിട്ട് എക്സ്ട്രാക്ട് ആയി കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ OBB ഫയലും സെയിം പോലെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡറിൽ വേണമെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ SH എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ജസ്റ്റ് APKയുടെ ആ ഒരു ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ APK കാണാം. അപ്പോൾ APK ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം APK ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അലവ് വരും. അത് അലവ് അടിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു വൈറ്റ് സ്ക്രീൻ ആയിട്ട് വരും. ഒന്നും വരില്ല, കാരണം നമ്മൾ OBB ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ OBB എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സെഡ്ജാർച്ചിയോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. സെഡ്ജാർച്ചിയോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ OBB ഡൗൺലോഡ് ചെയ്ത ഫോൾഡർ എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെയാണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഈ മെയിൻ ഫയലും അമർത്തി പിടിക്കുക. കോപ്പി അല്ലെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കോപ്പി ചെയ്യാണ്. അതിനുശേഷം മുകളിൽ അമർത്തുക. ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക. ആൻഡ്രോയിഡ് എടുക്കുക. OBB എടുക്കുക. ബസ് സിമുലേറ്റർ എടുക്കുക. ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അത്രയുള്ള സംഭവം നമ്മുടെ സംഭവങ്ങളൊക്കെ പേസ്റ്റ് ആയിട്ട് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഗെയിം നേരെ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ ഗെയിം ഓപ്പൺ ആയിട്ട് നമ്മുടെ വൈറ്റ് സ്ക്രീനൊക്കെ പോയി നമ്മുടെ ശരിക്കും ഗെയിം ലോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ലൈറ്റിങ് ഇപ്പോൾ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. നമ്മളിനി വേറെ ഒന്നും ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ലൈറ്റിങ്. ഇത് ഞാൻ ഇപ്പോൾ കൊമ്പൻ്റെ ലിവറി ആഡ് ചെയ്തതാണ്. ലിവറി ആഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ലൈറ്റിങ് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഈ മോഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഈ ഒരു ലൈറ്റിങ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗാരേജ് എടുക്കുകയാണ്. അതിനുശേഷം ലിവറി ആഡ് ചെയ്യാൻ മുകളിലത്തെ മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുക. ബ്രൗസ് ലിവറി എടുക്കുക. ഡിവൈസ് ഗാലറി എടുക്കുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഏത് ലിവറിയാണെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഗാലറിയിൽ അതിന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ജയ്ഗുരുവിൻ്റെ ജിന്നിൻ്റെ ലിവറി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജയ്ഗുരുവിൻ്റെ ജിന്നിൻ്റെ ലിവറി. അപ്പോൾ ഇത് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ അപ്ലൈ കൊടുത്താൽ മതി. അതിനുശേഷം ഇത് ആഡ് കാണേണ്ടി വരും. അപ്പോൾ ഇത്രയുള്ള നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള വണ്ടികൾ ഇതേപോലെ ആഡ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള മോഡാണ്. അപ്പോൾ ഇനി നമ്മുടെ കേരള ട്രാഫിക് അതിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ബസ് നമുക്ക് പുറത്തുനിന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കുറേ കേരളത്തിലെ വണ്ടികൾ, നമ്മുടെ കേരള ബസ്, കാറ്, കുറേ സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ലൈറ്റിൻ്റെ സ്വിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് വരുന്നത്. ഫുള്ള് മൊത്തം ലൈറ്റാണ്. അടിയിലും ഒക്കെ ലൈറ്റുണ്ട്. അടിപൊളി ലൈറ്റിംഗ് ആണ്.
അപ്പോൾ അതേ അപ്പുറത്ത് കൂടെ 1S ഒക്കെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേരള പ്രൈവറ്റ് ബസ്സൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ട്രാഫിക് മോഡാണ്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിങ്ങും സെറ്റപ്പാണ്. അപ്പോൾ ഈ ഒരു മോഡൽ എല്ലാവരും എന്തായാലും ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര ഉണ്ടായുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ വിളിക്കുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയാണ് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.